കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പ്രാവശ്യം കൊടുത്തുകയാണ്. വളരെ ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറി, എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധ്യമല്ല. കഷ്ടങ്ങളുടെ നടുവിൽ പാടാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും സാധ്യമല്ല. പ്രയാസങ്ങളും ഭാരങ്ങളും മനക്ലേശങ്ങളും രോഗങ്ങളും കടവും ഞെരുക്കവും ഒക്കെ നമ്മളെ വല്ലാതെ അലട്ടുമ്പം നമുക്ക് പാടാനായിട്ട് സാധ്യമല്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവിൻ്റെ വചനമുണ്ടെങ്കിൽ, കർത്താവുമായി യഥാർത്ഥമായ ഒരു കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ പാടാൻ നമുക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അവയൊക്കെ നേരിടാനുള്ള ഏറ്റവും വലിയ ആയുധം ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ സ്തുതിക്കുക. ചിലപ്പോൾ ആദ്യകാലങ്ങളിൽ ഒന്നും ഇത് സാധ്യമല്ലെങ്കിലും പിന്നീട് ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കും. നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിച്ച് തലമുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് എത്രയോ മണിക്കൂറുകൾ വേണമെങ്കിൽ നമ്മളിങ്ങനെ നമ്മൾ നേരിടുന്ന ആ വിഷയം ഇങ്ങനെ ആലോചിച്ച് ഉറങ്ങാതെ നമ്മളിങ്ങനെ വേണമെങ്കിൽ ഇരിക്കും എത്രയോ മണിക്കൂർ. പക്ഷെ യാതൊരു പ്രയോജനവുമില്ല. പക്ഷെ മറിച്ചിട്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ആ പ്രശ്നത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിനകത്തോട്ട് ഒരു വലിയ സമാധാനം ഉണ്ടാകും. അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. അത്ര എളുപ്പമല്ല കാര്യം, പക്ഷേ നമുക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും. എപ്പോഴും സന്തോഷിക്കാനായിട്ട് ചിലപ്പോൾ സാധ്യമല്ലാതെ വന്നാലും ഞാൻ ആ പ്രായോഗിക തലത്തിൽ നിന്നാണ് പറയുന്നത്. കാരണം ഒരു കഷ്ടതയും പ്രശ്നമൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ വരുമ്പോൾ ശരിയായിട്ട് അങ്ങോട്ട് ആത്മീയ വളർച്ചയൊന്നും നമുക്കില്ലെങ്കിൽ നമുക്ക് അങ്ങനെ എപ്പോഴും സന്തോഷിക്കാനൊന്നും പറ്റില്ല. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ സാധാരണ മനുഷ്യർക്ക് എപ്പോഴും അങ്ങനെ സന്തോഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സന്തോഷിക്കണം. നമ്മൾ എങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നത്? നമ്മുടെ അകത്തുള്ള ഈ ഭാരത്തെ, സങ്കടത്തെ, വേദനയെ, നമ്മുടെ കണ്ണീരിനെ, നമ്മുടെ ഹൃദയം പിടയുന്ന അവസ്ഥയൊക്കെ നമ്മൾ അവിടുന്ന് എടുത്തങ്ങ് പുറത്ത് കളയണം. പുറത്തെങ്ങനെ കളയുന്നത്? കർത്താവ് കൂടുണ്ടെന്നുള്ള ഉറപ്പ്. ഞാൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വാഗ്ദത്തം നമുക്ക് തന്ന കർത്താവ്. ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് മനസ്സിൽ കൊടുക്കണം. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നുവെന്ന് 42-ാം സങ്കീർത്തനത്തിലും 43-ാം സങ്കീർത്തനത്തിലും ഭക്തനായ സങ്കീർത്തനക്കാരൻ പാടുന്നെങ്കിൽ, അതെ, നമ്മളും പാടാനായിട്ട് തുടങ്ങണം. അതെ, ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. മനഃപൂർവ്വമായിട്ട് ഞാൻ പറയട്ടെ, സ്തുതിക്കാൻ പാടായിരിക്കാം. പക്ഷെ നമ്മൾ പറയണം, കർത്താവെ, ഈ കഷ്ടതയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, ഈ കടത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, ഈ രോഗത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സത്യത്തിൽ നമ്മളതിനെ വിശകലനം ചെയ്താൽ വിഡിത്തോ പറയും അല്ലേ? രോഗത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നതിന്, കടത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നാളെ നേരിടേണ്ട ആ പ്രശ്നത്തെ, അല്ലെങ്കിൽ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ വിഷയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നതിന്. പക്ഷെ സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരായുധമാണ്. സ്തുതി ഒരായുധമാണ്. ദൈവമക്കളുടെ ഒരു ആയുധമാണ്. സത്യത്തിൽ ദൈവത്തെ സ്തുതിക്കുക. പക്ഷെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദൈവമക്കളെന്ന് ആരാ? നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്.
നമ്മളത് തിരിച്ചറിയുമ്പോഴാണ് നമ്മളത് പറയുന്നത്. നമ്മൾ ദൈവമക്കളാണ്, ദൈവം നമ്മുടെ പിതാവാണ്. ദൈവത്തിന് അറിയാത്ത ഒരു കാര്യമില്ല. ഞാനിപ്പം അനുഭവിക്കുന്ന ആ പ്രശ്നം, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ പ്രതിസന്ധി കർത്താവ് അറിയും. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കത്തില്ലെന്ന് ഉറപ്പ് മനസ്സിൽ ധൈര്യം വേണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് റോമാലേഖനത്തിൻ്റെ 8:28 എന്നുള്ള വചനം പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ പറയണം, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് ഇന്ന് വന്നിരിക്കുന്ന ഈ പ്രശ്നം ഉണ്ടല്ലോ, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രതിസന്ധി ഉണ്ടല്ലോ, അതെനിക്ക് നന്മയ്ക്കായി തീരും. അങ്ങനെ പറയണം. എന്നിട്ട് കർത്താവിനെ സ്തുതിക്കണം. വെറുതെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്തുതിക്കാനൊക്കെ പക്ഷേ നമുക്ക് മുഖത്തിന് എക്സ്പ്രഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല, പക്ഷെ മനഃപൂർവ്വമായിട്ട് സ്തുതിക്കണം. ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മനസ്സിനകത്തുള്ള ഈ ഭാരമുണ്ടല്ലോ, അത് പതുക്കെ അവിടെ ഇങ്ങനെ പുറത്ത് തൂത്തുവാരി നമ്മൾ കളയണം. സങ്കടങ്ങളെ, ഭാരങ്ങളെ, വേദനകളെ, കണ്ണീരിനെ തൂത്തുവാരി പുറത്തെറിയണം. നമുക്ക് സ്വയമായിട്ട് പറ്റൂല. പക്ഷെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതെ, എൻ്റെ അകത്തിരിക്കുന്ന വേദന, എൻ്റെ അകത്തിരിക്കുന്ന സങ്കടമേ, എൻ്റെ അകത്തിരിക്കുന്ന ഏകാന്തതയെ, എൻ്റെ ജീവിതത്തിലെ ഒറ്റപ്പെടലേ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇപ്പോൾ എനിക്ക് വഹിക്കാൻ കഴിയാത്ത വിധത്തിൽ എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന, വല്ലാതെ എന്നെ പീഡിപ്പിക്കുന്ന ഭാരമേ, നിനക്ക് എൻ്റെ അകത്ത് സ്ഥാനമില്ല. പുറത്തു പോ. ഞാൻ യേശുവിൻ്റെ മകനാ, ഞാൻ ദൈവത്തിൻ്റെ പൈതലാ, എനിക്ക് സമാധാനം എൻ്റെ ദൈവത്തെ. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നമ്മുടെ സങ്കടം എല്ലാം അങ്ങോട്ട് പറയുമ്പോൾ, നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും മനസ്സിനെയും ക്രിസ്തുയേശുവിൽ കാക്കും. ആ വലിയ സമാധാനം ഇങ്ങനെ മഴ പോലെ, മഞ്ഞ് പോലെ നമ്മുടെ ഹൃദയത്തിനകത്തോടെ ഇങ്ങനെ എരച്ച് അങ്ങനെ പതിയെ ഇങ്ങനെ താണിറങ്ങുന്നത് നമുക്കറിയാനായിട്ട് സാധിക്കും. അങ്ങനെ അകത്തോട്ട് ഈ സമാധാനം ഇറങ്ങുമ്പോണ്ടല്ലോ, ഒരു വലിയ ധൈര്യം നമ്മുടെ ഉള്ളിലേക്ക് വരും. ദാവീദ് പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. എൻ്റെ മുമ്പിലിരിക്കുന്ന കടത്തിൻ്റെ മതിലേ, എൻ്റെ മുമ്പിലിരിക്കുന്ന രോഗത്തിൻ്റെ മതിലേ, എൻ്റെ മുമ്പിലിരിക്കുന്നതായുള്ള സാമ്പത്തിക തകർച്ചകളെ, എൻ്റെ മുമ്പിലിരിക്കുന്നതായുള്ള കുടുംബത്തിൻ്റെ അസമാധാനമേ, എൻ്റെ മുമ്പിലിരിക്കുന്നതായിട്ടുള്ള പ്രശ്നത്തിൻ്റെ വൻമതിലേ, നിന്നെ ഞാൻ ചാടിക്കടക്കും. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. പാടാൻ നമുക്കിപ്പം ഗായകരെ പോലെ, മഹാഗായകരെ പോലെ ഒന്നും പാടാൻ ട്യൂണൊന്നും വേണമെന്നില്ല. പാടണം. പാടുമ്പോൾ പാട്ടൊക്കെ വരികളൊക്കെ ഓർമ്മ വരണമൊന്നുമില്ല. നമ്മൾ ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, ഞാൻ അങ്ങ് സ്തുതിക്കുന്നു. യേശുവേ, ഞാൻ അങ്ങ് സ്തുതിക്കുന്നു. രാജാതി രാജാവേ, കർത്താതി കർത്താവേ, ദേവാതി ദേവനെ, അത്ഭുത മന്ത്രിയെ, ഇമ്മാനുവേലേ, എബനേസറേ, കർത്താവിൻ്റെ പേരുകൾ പറഞ്ഞങ്ങോട്ട് കർത്താവിനെ സ്തുതിക്കണം. രോഗികൾക്ക് സൗഖ്യദായക, കടബാധ്യതയുള്ളവർക്ക് അതേ സാമ്പത്തികത്തിൻ്റെ സ്രോതസ്സേ, കെട്ടപ്പെട്ടവർക്ക് വിടുതലിൻ്റെ സന്ദേശവാഹക, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അറിയാവുന്ന പാട്ട് ചേർത്ത് പാടണം. ജീവനോടുയർത്തവനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു, ജീവന്റെ ആധാരമേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു, ജീവനോടുയർത്തവനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു, ജീവന്റെ ആധാരമേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു,
ഹല്ലേലൂയ ഹോശന്ന, ഹല്ലേലൂയ ഹോശന്ന, ഹല്ലേലൂയ ഹോശന്ന, ഹല്ലേലൂയ ഹോശന്ന, ഹല്ലേലൂയ ഹോശന്ന സിരിഖന കലരാസി, ഹല്ലേലൂയ ഹോശന്ന, ഹല്ലേലൂയ ഹോശന്ന, ഹല്ലേലൂയ ഹോശന്ന. കർത്താവിനെ സ്തുതിക്കുക, കർത്താവിനെ ആരാധിക്കുക. അപ്പോസ്തലന്മാരായിരിക്കുന്ന പൗലോസും ശീലാസും ആ കാരാഗൃഹത്തിന്റെ ഉള്ളറയിൽ ഇരുന്നുകൊണ്ട് അർദ്ധരാത്രിക്ക് അവരെഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവരുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, കാലുകൾ ആമത്തിലാക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ നാവിന് ബന്ധനമില്ല, അവരുടെ നാവാരും പൂട്ടിയിട്ടില്ല. അവർ ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങി. അവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവർക്ക് അറിയത്തില്ല കാരാഗൃഹം നിലത്ത് വീഴുമെന്നും, അല്ലെങ്കിൽ കാരാഗൃഹത്തിന്റെ മതിലുകൾ അല്ലെങ്കിൽ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുമെന്നും, ഭിത്തികൾ കുലുങ്ങുമെന്നും, വാതിലുകളെല്ലാം തുറന്നു പോകുമെന്നും, ചങ്ങലയെല്ലാം അഴിഞ്ഞു പോകുമെന്നും, അല്ലെങ്കിൽ അവരെ കൊണ്ട് ജയിലിൽ അടച്ചതായിട്ടുള്ള ആ കാരാഗൃഹത്തിന്റെ പ്രമാണി അല്ലെങ്കിൽ ആ ജയിലർ അയാൾ വന്നിട്ട് അവരുടെ മുമ്പിൽ മുട്ടുകുത്തുമെന്നും, അയാൾ യേശുക്രിസ്തുവിന്റെ അനുയായിയായിട്ട് മാറുമെന്നും, അവിടെ ഒരു ദൈവസഭ തുടങ്ങുന്നതിന് കാരണം ആ സംഭവം അങ്ങനെയായി മാറുമെന്നും അവർക്ക് അറിഞ്ഞൂടാ. അവർക്ക് ഒറ്റ കാര്യം അറിയാവുന്നുള്ളൂ, അവർക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, കാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ശരീരമാകമാനം അടിയും മുറിവും ചതവും രക്തം വമിക്കുന്ന അനുഭവമാണ്. പക്ഷെ അവർ ആലോചിക്കുക, അത് ഓർത്തിരുന്ന, അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന, അയ്യോ എൻ്റെ കൈയെല്ലാം കീറിയല്ലോ, എൻ്റെ ശരീരം മുഴുവൻ പൊട്ടിയിരിക്കുകയാണല്ലോ, ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, ഇനി എന്ന് ഇവിടെ നിന്ന് പുറത്തു പോകും എന്നൊക്കെ ചിന്തിക്കാനേ നേരം കാണത്തുള്ളൂ. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഉറക്കം പോലും വരത്തില്ല, മനസ്സിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവരോർത്തു, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം ദൈവത്തെ സ്തുതിക്കുക. ആരാധിച്ചാർത്തിടുമ്പോ അതിലുകൾ തുറക്കും, ആരാധിച്ചാർത്തിടുമ്പോ അതിലുകൾ തുറക്കും, എരികോ മതിൽ വീഴും, അത്ഭുതങ്ങൾ നടക്കും, എരികോ മതിൽ വീഴും, അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം, ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം, വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം, വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ക്ഷാമകാലത്തുമെന്നെ ക്ഷേമമായി പോറ്റിടുന്ന, ക്ഷാമകാലത്തുമെന്നെ ക്ഷേമമായി പോറ്റിടുന്ന യേശുവിൻ കരുതലിനായി സ്തുതികൾ മുഴക്കിടാം, യേശുവിൻ കരുതലിനായി സ്തുതികൾ മുഴക്കിടാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം, ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം, വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം,
വല്ലഭനാമേശുവേ ആരാധിച്ചാത്തിടാം. നിങ്ങൾ വിചാരിക്കരുത് ഞാനിപ്പം ഒരു ലൈവ് പറയാനായിട്ട്, ഫേസ്ബുക്ക് ലൈവ് പറയാനായിട്ട് വന്ന് വളരെ വെടിപ്പോടെ വന്ന് നിങ്ങളുടെ മുമ്പ് ഇരിക്കുന്നതല്ല. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ചില പ്രശ്നങ്ങൾ ഓർത്ത് ഞാൻ വല്ലാതെ ഭാരപ്പെട്ടു, കുറച്ചു നേരം കരഞ്ഞു, കുറച്ചു നേരം പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ, ഞാൻ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് എങ്ങനെ ആളുകളോട് പറയാൻ പറ്റും ദൈവം വിടുവിക്കുമെന്ന്. പക്ഷെ എനിക്കറിയാം, കഴിഞ്ഞ നാൾ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ച് അതിനെ നേരിട്ടെ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പ്രശ്നങ്ങളെല്ലാം മാറി ദൈവത്തെ സ്തുതിക്കാൻ പറ്റില്ല. പ്രശ്നങ്ങളുടെ നടുവിലൂടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ മാറിപ്പോകും. ഹല്ലേലൂയ. അവയ്ക്ക് നമ്മുടെ മേൽ ഒരു സ്ഥാനമില്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച മഹാദൈവം നമ്മുടെ പിതാവാണ്. ആ ദൈവം ഒരു മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നതാണ് ക്രിസ്തു യേശു. അപ്പൊ ആ യേശുവിൻ്റെ നാമം, ആ യേശു തൻ്റെ രക്തം നമുക്ക് വേണ്ടി തന്ന് ആ രക്തത്തിലൂടെ പിതാവിൻ്റെ അരികിലേക്ക് ഒരു പുതിയ വഴി നമുക്ക് വെട്ടി തന്നിട്ടുണ്ടെങ്കിൽ, തൻ്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്ന ആ ദൈവം നമുക്ക് തരാത്തതായിട്ട് ഒന്നുമില്ല എന്ന് റോമാലേഖനം 8:31 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടതായ ധനം, നന്മ, അനുഗ്രഹങ്ങൾ, സമാധാനം, ആത്മീക കൃപകൾ, കൃപാവരങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതൊക്കെ ഭൗതികമായും ആത്മീകമായും എന്തൊക്കെ അനാവശ്യങ്ങളല്ല, ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം തരും. ദൈവം തരും, തന്നിരിക്കും, നിശ്ചയമായി തന്നിരിക്കും, നീചമായി തന്നിരിക്കും. തരാതെ എവിടെ പാന? കർത്താവ് തന്നിരിക്കും. നമ്മൾ വാങ്ങണം. കർത്താവിന് പ്രാപിക്കണം. നമ്മൾ ചോദിക്കണം. നമ്മുടെ നാവിൻ്റെ മേൽ അധികാരമുണ്ട്. യേശുവിൻ്റെ നാമം ചൊല്ലി പറയണം, എനിക്കുള്ള നന്മകൾ, എനിക്കുള്ള അനുഗ്രഹങ്ങൾ, എനിക്കുള്ള വിടുതൽ, എനിക്കുള്ള സമാധാനം, എനിക്കുള്ള സമൃദ്ധി യേശുവിൻ്റെ നാമത്തിൽ വരട്ടെ. നോക്കുക, നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലേ? നിങ്ങൾക്ക് പൈസ തരാൻ ആരുമില്ലേ? ഒരാളും നിങ്ങളെ സഹായിക്കാനില്ലേ? ധൈര്യമായിട്ടിരിക്കും. നിങ്ങൾക്ക് ലോകം മുഴുവൻ തുറന്നു കിടക്കുക. നിങ്ങൾ പറയണം, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എനിക്ക് വേണ്ട പണം, എൻ്റെ കടം മാറാൻ, എൻ്റെ ഞെരുക്കം മാറാൻ, യേശുവിൻ്റെ നാമത്തിൽ ആ ധനത്തെ ഞാൻ വിളിച്ചു വരുത്തുക. പറയണം. പൊട്ടത്തരാന്ന് തോന്നും, പക്ഷെ തുറക്കും. നോക്കുക, നിങ്ങളുടെ കയ്യിലേ പൈസ ഇല്ലാതുള്ളൂ, എൻ്റെ കയ്യിലേ പൈസ ഇല്ലാവുള്ളൂ. കോടാനുകോടി മനുഷ്യരുടെ കയ്യിൽ പൈസ എങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ വെച്ചിരിക്കുക. പക്ഷെ അവർ തരത്തില്ല. അവരുടെ കീശകളിൽ വെച്ചിരിക്കുക, അവരുടെ ലോക്കറുകളിൽ വെച്ചിരിക്കുക, അവരുടെ അക്കൗണ്ടിൽ വെച്ചിരിക്കുക. പക്ഷെ എൻ്റെ ദൈവത്തിന് അത് തുറക്കാൻ പറ്റും. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് ഇരുട്ടിലെ ഗുപ്ത നിധികൾ നിനക്കായിട്ട് തരും എന്ന് യെശയ്യാവ് പ്രവചനം 45:2 മുതൽ വചനം ഉണ്ടെങ്കിൽ, അത് പണ്ട് കോരശ് എന്ന് പറയുന്ന രാജാവിന് വേണ്ടി പറഞ്ഞതായിരിക്കാം. പക്ഷെ കോരശൊക്കെ പണ്ട് മരിച്ചു പോയില്ലേ, അയാൾക്ക് കിട്ടി. പക്ഷെ ഇന്ന് നമ്മളാ ജീവിക്കുന്നേ. ദൈവത്തിന്റെ വചനം നമ്മുടെ സമ്പാദ്യമാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ അവകാശമാണ്. എൻ്റെ അവകാശം എടുത്ത് ഞാൻ പറയണം, അങ്ങനെ ഒരു വചനം ഈ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ ആ വചനത്തിൽ പിടിച്ച് ഞാൻ പറയുന്നു, എനിക്കത് വരട്ടെ. എൻ്റെ മുമ്പിലുള്ള ദുർഘടങ്ങൾ നിരപ്പാവട്ടെ, താമ്രവാതിലുകൾ തകരട്ടെ, ഇരുമ്പോടാമ്പലുകൾ ഖണ്ഡിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ വഴികൾ എനിക്ക് വേണ്ടി തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. എനിക്ക് എത്ര രൂപയാണോ ആവശ്യം എൻ്റെ കടങ്ങൾ വീട്ടാൻ, എനിക്ക് സമാധാനമായി ജീവിക്കാൻ എത്ര രൂപയാണോ എനിക്ക് ആവശ്യം, അത് യേശുവിൻ്റെ നാമത്തിൽ വരട്ടെ. വടക്കുന്ന്, തെക്കുന്ന്, കിഴക്കുന്ന്, പടിഞ്ഞാറുന്ന് അത് വരട്ടെ. നമ്മൾ ആരുടെയും പിടിച്ചു പറിക്കണ്ട. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. യേശുവിൻ്റെ നാമം ചൊല്ലി പ്രഖ്യാപിക്കണം, വരും, വന്നിരിക്കും. വരാതെ അതിന് നിൽക്കാൻ പറ്റൂല, വന്നിരിക്കും. രോഗമാണ് നിങ്ങളെ ഭാരപ്പെടുന്നതെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾക്ക് മരിക്കാൻ സമയമായിട്ടുണ്ടോ?
നിങ്ങൾക്ക് മരിക്കാൻ സമയമായിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിൽ ഉറച്ചിരിക്കണോ മരിക്കണമെന്ന്? അങ്ങനെ നിങ്ങൾ മരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. മറിച്ചില്ല, നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എത്ര പ്രായമുണ്ടെന്നുള്ള വിഷയമല്ല, നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കൂല. നിങ്ങൾക്ക് ജീവൻ എൻ്റെ ദൈവം തരും, ആയുസ് ദീർഘിപ്പിച്ച് തരും. ഹിസ്കിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ അടുത്ത് ദൈവം തന്നെ ആളെ വിട്ട് പറഞ്ഞു, നീ മരിക്കാൻ പോവാണ്, നിന്റെ വീട്ടുകാരെയൊക്കെ ക്രമീകരിച്ചിട്ട് കാത്തിരുന്നോ, മരണത്തിന് സമയമായി. പക്ഷെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിൽ അത് കാണുന്നുണ്ട്. അദ്ദേഹം മുഖം ചുവരിനോട് നേരെ തിരിച്ചിട്ട്, രാജാവാ, അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, തിരിച്ചിട്ട് ദൈവത്തിന് മുമ്പിൽ നിന്ന് കരഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ഏകാഗ്രതയോടും വിശ്വസ്തയോടും തിരുമുമ്പിൽ നടന്നു, ഒന്ന് ഓർക്കണേ. മരിക്കാൻ തയ്യാറല്ല, പക്ഷെ മരിക്കുമെന്നുള്ള വിധി വന്നിരിക്കുമ്പോൾ ദൈവം തന്നെ ആളെ വിട്ട് പറയിപ്പിക്കുമ്പോൾ എന്ത് പറയാനാ? ദൈവത്തോട് തന്നെ പറയുക, ഒന്ന് ഓർക്കണേ. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഈ പറഞ്ഞ പ്രവാചകൻ, ദൈവം പറഞ്ഞിട്ട് വന്ന ആളാ, യെശയ്യാ പ്രവാചകനെ വിട്ട് പറയിച്ച്, അദ്ദേഹം നടുമുറ്റം വിട്ടു പോകുന്നതിന് മുമ്പ് ദൈവം പറയാം, തിരിച്ചെന്ന് പറ, അവൻ്റെ ആയുസ്സിനോട് ഞാൻ 15 വർഷം കൂടെ കൂട്ടിയിരിക്കുന്നു. നമുക്ക് പഴയ നിയമത്തിൽ ഒരു പ്രാർത്ഥിച്ച രാജാവിന് കിട്ടിയ 15 വർഷം കൂടെ പ്ലസ് അയാളുടെ ജീവിതം മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ എന്ന് 68-ാം സങ്കീർത്തനത്തിന്റെ 20-ാം വാക്യത്തിൽ പറയും. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ എന്നെഴുതിയിരിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് ആയുസ്സിന് നീട്ടിത്തരും. നിങ്ങൾ എത്രാമത്തെ സ്റ്റേജിൽ, ക്യാൻസറിന്റെ 4-ാമത്തെ സ്റ്റേജും കഴിഞ്ഞ് നിങ്ങളുടെ ദിവസം എണ്ണപ്പെട്ടിരിക്കുന്നു നിങ്ങൾ തീരുമാനിച്ച് ബന്ധുമിത്രാദികളൊക്കെ വന്ന് അടക്കം പറയുമ്പോഴും നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവിച്ചിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ പിതാവിന്, എൻ്റെ മാതാവിന്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ കുഞ്ഞിന്, അല്ലെങ്കിൽ എൻ്റെ ഈ പ്രിയ ബന്ധുവിന്, അല്ലെങ്കിൽ എൻ്റെ ഈ ദേവദാസന്, അല്ലെങ്കിൽ ഈ എൻ്റെ ഈ അയൽവക്കക്കാരന് എൻ്റെ കർത്താവ് ആയുസ്സിൽ നീട്ടിക്കൊടുക്കണം. നിങ്ങൾ പ്രഖ്യാപിക്കണം. നിങ്ങൾ പറഞ്ഞല്ലാതെ നിങ്ങൾ പറഞ്ഞാൽ അതിന് ദൈവം തടയത്തില്ല. പറയണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രഖ്യാപിക്കണം, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിർത്തരുത്, വിട്ടുകളയരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. നോക്കുക, ദൈവത്തോട് അടുത്ത് വന്നിട്ട് വേണ്ടാത്ത പണിക്കും അശുദ്ധമായ വഴികളിലൊന്നും പോകരുത്, അത് ഞാൻ ഉറപ്പിച്ചു പറയും. പക്ഷേ ദൈവം നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന ഒരു മഹാപുരോഹിതനാണ്. യേശുവിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ അങ്ങനെയാ പറയുന്നത്. വിട്ടുകളയാതെ പറ, എൻ്റെ ദൈവത്താൽ അത് സംഭവിക്കും. രോഗം മാറും, കടം മാറും, കഷ്ടത മാറും, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കും, ആ ജോലി ലഭിക്കും, ആ വഴി നടക്കും. അല്ലെ, ആ വാക്ക് മാറിപ്പോയ ആ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയെ കൊണ്ട് നാളെ നേരം എടുക്കുമ്പോൾ നിങ്ങളെ വിളിക്കും, ഇല്ല ഞാനത് മാറ്റി പറഞ്ഞത് ക്ഷമിക്കണം, ഞാൻ തയ്യാറാണ്. എനിക്കറിയത്തില്ല, ഇപ്പോൾ എൻ്റെ നാവിലൂടെ ആ ഒരു വാക്ക് ദൈവം തരിക ആർക്കു വേണ്ടി എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാനിത് ഈ ലോകത്തുള്ള മലയാളി സമൂഹത്തോട് അവർക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്, ചിലപ്പോൾ തമിഴിലുള്ള ആൾക്ക് മനസ്സിലാവാതിരിക്കാം, ഞാൻ വിട്ടുകൊടുക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക, സ്തുതിച്ചുകൊണ്ടിരിക്കുക. രാത്രിയിലൊക്കെ ഉറക്കം വരാതെ ഇങ്ങനെ പരവേശപ്പെട്ടിട്ട് വെള്ളവും കുടിച്ചിട്ട് അയ്യോ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുമുണ്ടല്ലോ, പതുക്കെ അങ്ങോട്ട് മാറിയിരുന്നിട്ട് ഇങ്ങനെ മുട്ടൂത്തിയിരിക്കണമെന്നൊന്നുമില്ല, അതൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ കാലം നീട്ടി വെച്ചിരുന്നാലും മതി. സ്തോത്രം യേശുവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം പരിശുദ്ധനെ, സ്തോത്രം. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, 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 ആമേൻ. നോക്ക്, ദൈവം, മഹാദൈവത്തിന്റെ പ്രതിരൂപമായ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, അത്ഭുതം ചെയ്യും, അത്ഭുതം ചെയ്യും. നിങ്ങളുടെ വിഷയം എന്തായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് എന്താ വിടുതൽ വേണ്ടേ? യേശു ഓരോരുത്തർക്ക് സൗഖ്യം കൊടുക്കുമ്പോഴും ഒക്കെ യേശു ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നമുക്ക് തോന്നുന്നു, എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? കുഷ്ഠരോഗിയാണ്, അയാൾക്ക് കുഷ്ഠം മാറണ്ടേ? പക്ഷപാതക്കാരനാണെങ്കിൽ അവൻ്റെ പക്ഷപാത രോഗം മാറണ്ടേ? കണ്ണ് കാണാൻ വയ്യാത്ത കണ്ണ് തുറക്കണ്ടേ? അപ്പം അതങ്ങ് ചെയ്തു കൊടുത്താൽ പോരെ. പക്ഷെ യേശു അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, മിക്കവരോടും ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവർ പറയും, എനിക്ക് സൗഖ്യം വേണം, എനിക്ക് കണ്ണ് കാണണം, എനിക്ക് എൻ്റെ ഈ രോഗം മാറണം, എനിക്ക് എൻ്റെ പ്രതിസന്ധിക്ക് ഒരു വിടുതൽ കിട്ടണം. തുറന്ന് പറയുക. കാരണം എന്താ അറിയോ? അത് കർത്താവ് ഒന്ന് തെളിയിക്കുക. നിങ്ങൾക്ക് എന്നാണോ വേണ്ടേ അത് നിങ്ങൾ തുറന്ന് പറയണം, ദൈവത്തോട് പറയണം. മനുഷ്യരോട് പറയുമ്പോഴല്ലേ നമുക്ക് ലജ്ജ വരുന്നേ, അല്ലെ പറയാൻ നമുക്കൊരു മടി വരുന്നേ. ചെയ്തു തരുമോ ഇല്ലയോ? ദൈവത്തോട് പറയാൻ ഒരു ലജ്ജയും തോന്നരുത്. അളവില്ലാതെ തരും. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ പറയും, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നിങ്ങൾ പറയണം, സ്വർഗീയ കാര്യസ്ഥനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തിനകത്തോട്ട് വരണമേ. നിങ്ങൾ പറയണം, പിതാവിനോട് ചോദിക്കണം. പിതാവേ, മഹാദൈവമേ, യേശു കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് പറ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ വന്നിരിക്കും. പരിശുദ്ധാത്മാവ് സാക്ഷാൽ ദൈവത്തിന്റെ പ്രതിരൂപമാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ വസിക്കും. നിങ്ങൾക്ക് അകത്തൊരു ഭയങ്കര ശക്തി തോന്നും. പൗലോസ് പറയുന്ന പോലെ, വീണ് കിടന്നാലും ദ്രവിച്ചൊന്നും പോകത്തില്ല, തളരത്തില്ല, തകരത്തില്ല. ഹല്ലേലൂയ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനം ആഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനം ആഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. പതറാതെ നിന്നാൽ, തളരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. രാത്രി എല്ലാവരും ഉറങ്ങി കഴിയുന്ന സമയത്ത് ഞാൻ എൻ്റെ ഓഫീസ് റൂമിൽ വന്നിരുന്നിട്ട് ഞാൻ ഈ ലൈവ് എടുക്കുക. കാരണം ഞാൻ എന്നോട് തന്നെയാണ് പറയണേ. അപ്പം അത് നിങ്ങൾക്കും കൂടെ അനുഗ്രഹമാകട്ടെ എന്ന് വെച്ചിട്ടാ ഞാനത് പറയുന്നത്. ഞാൻ റെഡിയായിട്ട് നല്ല ക്ലീനാക്കി മുഖമെല്ലാം പൗഡർ ഇട്ട് ഒന്നും അല്ല ഇരിക്കണേ. എനിക്ക് എൻ്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്ന ദൈവത്തെ സ്തുതിക്കുക. അത് ഞാൻ തന്നിരുന്ന ദൈവത്തെ കുറച്ച് നേരം സ്തുതിക്കും. പിന്നെ എൻ്റെ സംശിഷ്ടങ്ങളായ, കഷ്ടത അനുഭവിക്കുന്ന, ഭാരം അനുഭവിക്കുന്ന, സങ്കടം അനുഭവിക്കുന്ന, രോഗികളായ, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന, ആരോടും ഹൃദയം തുറക്കാൻ കഴിയാത്ത സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നേ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതം ചെയ്യും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളൊരു വാക്കങ്ങ് പ്രാർത്ഥിക്കും. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയ ദൈവത്തിൻ്റെ വചനം പറയും. അതിൻ്റെ അർത്ഥം പ്രാർത്ഥിച്ചവർക്ക് കിട്ടിയില്ലെന്നുള്ളതല്ല. പക്ഷെ ഒരാൾ അയാളുടെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം അയാൾക്കും ഒരു ഗുണം കിട്ടിയെന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഒത്തിരി രോഗികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ രോഗം തന്നെ മാറും. ഒത്തിരി കടക്കാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കടവും ദൈവം എടുത്ത് കളയും. ഒത്തിരി അസമാധാനത്തിലൂടെ സമാധാനമില്ലാതെ പോകുന്ന ആൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയം നിറയും. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിവാഹം ദൈവം നടത്തി കൊടുക്കും. അത് സാമ്പത്തികമായിട്ട്, അത് ഫീസ് അടയ്ക്കാൻ മാർഗമില്ലാണ്ട് നിൽക്കുന്ന നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ നിങ്ങളവിടെ വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ള ആ നിലയുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങളങ്ങ് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവം നിങ്ങൾക്ക് നന്മ തരുമ്പോൾ അതിൽ നിന്നൊരാംശമെങ്കിലും പിന്നെ അത് വർദ്ധിപ്പിക്കണം.
മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനും നിങ്ങളെ ദൈവം പ്രാപ്തീകരിക്കും. അന്നേരം ഇതല്ല തൂമ്പയുടെ കൂട്ടെല്ലാം ഇങ്ങോട്ട് പോരട്ടെ എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ ദൈവത്തിന് ഒരു പ്രതിഷ്ഠ പറയണം. കർത്താവ്, എൻ്റെ പ്രശ്നങ്ങൾ മാറിക്കഴിയുമ്പോൾ, അതിന് മുമ്പ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അങ്ങനെയാവട്ടെ. എല്ലാവർക്കും ഒന്നും പറ്റില്ല. എനിക്ക് നീ നന്മ തന്ന, ഞാൻ അനുഭവിച്ച കഷ്ടത, ഞാൻ അനുഭവിച്ച പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവർക്ക് എന്നെ കൊണ്ടാവുന്നു. നമുക്ക് പ്രാർത്ഥിക്കുക മാത്രമല്ല, കൈകൾ നീട്ടിക്കൊടുക്കണം. നോക്കുക, നമ്മൾ അപ്പസ്തോല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ അമ്മയുടെ ഗർഭം മുതൽ ആ മുടന്തനായ ഒരു മനുഷ്യന്റെ കാര്യം പറയുന്നുണ്ട്. പത്രോസ് എന്നിട്ട് യോഹന്നാന്റെ കൂടെ നിന്നിട്ട് യേശുവിന്റെ നാമത്തിൽ അവനെ സൗഖ്യമാക്കുന്നുണ്ട്. പക്ഷേ അവന് യേശുവിന്റെ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. വെള്ളിയും പൊന്നും എനിക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുതി നടക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ പത്രോസ് കരം കൂടെ നീട്ടിക്കൊടുക്കുക. എന്തിന്റെ അർത്ഥം അറിയാമോ? അയാൾ ഇന്ന് വരെ നടന്നിട്ടില്ല, നടക്കുന്ന എങ്ങനെ അറിയത്തില്ല. അപ്പം യേശുവിന്റെ നാമം പറയുമ്പം തന്നെ എന്നെ കൊണ്ടാകുന്ന ഒരു കാര്യം, അവന്റെ കൈ ഒന്ന് പിടിക്കാൻ അവൻ നടന്നോളൂ. യേശുവിന്റെ നാമം പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടല്ല, അവൻ നടന്നോളൂ. പക്ഷെ എൻ്റെ കൈ കൊണ്ട് അവനൊന്ന് പിടിക്കാൻ ഞാൻ തയ്യാറാകും എന്നൊരു തീരുമാനം കൂടെ പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതും കൂടെ ചെയ്യണം. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അതുകൂടെ ചെയ്യണം. എന്നെ കൊണ്ടാവുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രി ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന അവർ കാണുന്ന ഈ സമയത്ത് എനിക്ക് അറിഞ്ഞൂടെ കർത്താവേ, അവരുടെ ജീവിതത്തിലെ ഏത് ബുദ്ധിമുട്ടാണെങ്കിലും, ഏത് കഷ്ടതയാണെങ്കിലും, ഏത് രോഗമാണെങ്കിലും, ഏത് കടമാണെങ്കിലും, ഏത് മനസ്സമാധാനമില്ലാത്ത അനുഭവമാണെങ്കിലും കർത്താവേ, അവരെ അലട്ടുന്ന പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും അങ്ങയുടെ നാമം ചൊല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, അനുഗ്രഹം, വിടുതൽ, സമാധാനം, ജോലി, വഴികൾ, ഭൗതിക നന്മകൾ, അപ്പോൾ തന്നെ ആത്മീകമായിട്ടുള്ള നന്മകൾ, കൃപാവരങ്ങൾ, സ്വർഗീയ അനുഭവങ്ങൾ, ദർശനങ്ങൾ, വെളിപ്പാടുകൾ ഒക്കെ നിങ്ങളുടെ മക്കൾക്ക് നൽകണമേ. അടിയനോടും കർമ്മ തോന്നണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടുന്ന തരാൻ അവിടുത്തെ കൈകളുള്ളതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ സ്ഥിതികൾക്കെല്ലാം അവിടുന്ന് ഭേദം വരുത്തണം, വിടുവിക്കണം, അനുഗ്രഹിക്കണം. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. 14-ാം സങ്കീർത്തന്റെ 7-ാം വാക്യവും 53-ാം സങ്കീർത്തന്റെ 6-ാം വാക്യത്തിലും നിന്റെ വചനമുണ്ടെങ്കിൽ കർത്താവെ, അങ്ങ് സ്ഥിതി മാറ്റുന്ന ദൈവമാ, അങ്ങ് വിടുതൽ തരുന്ന ദൈവമാ. എൻ്റെ യേശുവേ, അത്ഭുതം ചെയ്ത് ഞങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് ഈ പ്രിയ സഹോദരങ്ങളെയും വിടുവിക്കണം. അവരെപ്പോഴും കേൾക്കുന്നു കർത്താവ്. ഏത് വിഭാഗത്തിലുള്ള വ്യക്തിയാണെങ്കിലും, ഏത് ജാതി, ഏത് മതം, കർത്താവ് അങ്ങക്ക് ഇതൊന്നുമില്ലല്ലോ കർത്താവ്. ഞങ്ങളെല്ലാം മനുഷ്യരാ, അവിടുത്തെ മക്കളാണ്. നിന്റെ കുഞ്ഞുങ്ങളെ വിടുവിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കാം. പിന്നെയും നമുക്കിതുപോലെ അവസരം കിട്ടുമ്പോൾ നമുക്ക് കാണാം. എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് കാണാൻ കഴിയുമല്ലോ. കർത്താവ് വിടുതൽ തരും, അനുഗ്രഹിക്കും. വിട്ടുകളയാതെ സ്തോത്രം ചെയ്തുകൊണ്ട് സ്തുതിക്ക്. നിങ്ങൾക്ക് വേണ്ട വിടുതൽ യേശുവിന്റെ നാമം ചൊല്ലി പറ, എനിക്കത് വേണം. യേശുവിന്റെ നാമത്തിൽ എനിക്കത് ലഭിക്കട്ടെ. നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും ആ വിഷയം ചേർത്ത് പറ. കർത്താവ് ചെയ്യും.